സഹോദരി, സഹോദരന്മാരെ, വിശക്കുന്ന ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും ശരിക്കും നോക്കിയിട്ടുണ്ടോ? ഒന്നും നോക്കിയില്ല, വഴിമാറിയില്ല. പക്ഷേ അവരുടെ കണ്ണുകൾക്ക് സംസാരിക്കാൻ കഴിയുന്നത്ര നേരം നോക്കി. വയറ്റിനേക്കാൾ ആഴത്തിലുള്ളൊരു വിശപ്പുണ്ട്. കാണപ്പെടാത്തതിൻ്റെയും പരിചരിക്കപ്പെടാത്തതിൻ്റെയും ഉള്ളതല്ലാത്തതിൻ്റെയും വിശപ്പാണ് അത്. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ ഒരു പ്രശ്നം കാണുന്നു. സംഖ്യകൾ, സമയം, ലോജിസ്റ്റിക്സ്. വളരെ അധികം ആളുകൾ, വളരെ കുറച്ച് ഭക്ഷണം. പകൽ വളരെ വൈകി. യേശു മറ്റെന്തോ കാണുന്നു. അവനാളുകളെ കാണുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവരായിരുന്നതിനാൽ തന്റെ ഹൃദയം ഇളകിപ്പോയെന്ന് വിശുദ്ധമാർക്ക് നമ്മോട് പറയുന്നു. ആ ജനക്കൂട്ടം ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ട്രാഫിക് സിഗ്നലുകളിൽ, ചായക്കടകളിൽ, കടകൾക്കും പള്ളിക്കവാടങ്ങൾക്കും പുറത്ത്. കുട്ടികൾ കാറിന്റെ ജനാലകളിൽ മുട്ടുന്നു. നീട്ടിയ പ്രായമായി കൈകൾ. പ്രായത്തിൻ ഭാരമുള്ള ഭാരങ്ങൾ വഹിക്കുന്ന യുവജീവിതങ്ങൾ. ചിലപ്പോൾ നമുക്ക് ഉറപ്പില്ല, ചിലപ്പോൾ സംശയാസ്പദം. ചിലപ്പോൾ തളർന്നു പോയി. എന്നാൽ ഒരു കാര്യം സത്യമായി തുടരുന്നു. യേശു അവരെ കാണുന്നു. യേശു കാണുമ്പോൾ അവന്റെ ഹൃദയം ഇളകുന്നു. സഭയും ഒരു നിശബ്ദ പ്രലോഭനത്തെ നേരിടുന്നു. ഉള്ളിലേക്ക് തിരിയാൻ കെട്ടിടങ്ങൾ, വാചപ്പുകൾ, പദ്ധതികൾ, പരിപാടികൾ, അണ്ടുടുകൾ, സുരക്ഷ എന്നിവയിൽ തിരക്കിലാകാം. ഇവയ്ക്കെല്ലാം അതിൻ്റെതായി സ്ഥാനമുണ്ടല്ലോ. എന്നാൽ മനസ്സാക്ഷിയെ ഒരു ചോദ്യം സമ്മർദ്ദത്തിലാക്കുന്നു. കാര്യനിർവഹണാധികാരം എപ്പോഴാണ് പൂഴ്ത്തിവയ്പായി മാറുന്നത്? വിവേകം ഭയമായി മാറുന്നത് എപ്പോഴാണ്? ക്രിസ്തുവാതിൽക്കൽ വിശന്നു കാത്തിരിക്കുമ്പോൾ നാം സ്ഥാപനത്തെ എപ്പോഴാണ് സംരക്ഷിക്കുക? ശിഷ്യന്മാർ ഒരു യുക്തിസഹമായി പരിഹാരം വാഗ്ദാനം ചെയ്യുന്നു. അവരെ പറഞ്ഞേക്കുക, അവർ സ്വയം പ്രതിരോധിക്കട്ടെ, നമുക്ക് വേണ്ടത്രയില്ല. പിന്നീട് യേശു വാക്കുകൾ പറയുന്നു. ഇപ്പോഴും സഭയെ അസ്വസ്ഥമാക്കുന്നവ, നിങ്ങൾ അവർക്കെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക. പിന്നീടല്ല, സൗകര്യപ്രദമാകുമ്പോഴല്ല, സംഖ്യകൾ കൂടുമ്പോഴല്ല, നിങ്ങൾ കൊടുക്കുക. ശിഷ്യന്മാർ കൂലിയിലും ചേവിലും ചിന്തിക്കുന്നു. യേശു വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ കൈവശം അഞ്ചപ്പം 2 മത്സ്യം, ഏതാണ്ടൊന്നുമില്ല.
എന്നാലും അവർക്കില്ലാത്തതിലും മാറി യേശു ആരംഭിക്കുന്നത്. അവർക്കും നെകിഴുന്ന തണലും പാരം തെച്ചിപ്പത് അവർ അവരെ കൊണ്ടുവരുന്നു. അവൻ അത് സ്വീകരിക്കൂ. സതന്മാവിവാക്യന്മാരിന്നുമൊപ്പായി മനസ്സിലാക്കി ശിശമാരും മറച്ചൂച്ചില്ലെന്നും ദ്രസ്തുയിൽ തെറും ചെറിയ വൈകാരെ പോലും സ്വീകരിക്കുമ്പോൾ എന്നും സിക്കതോർ പ്രശോസ്ത്രോ നമ്മെ ഒന്നിപ്പിക്കുന്നു. അത് മറിയാണ് നലമല്ലല്ലോ യേശുമി നമ്മമില്ലായ്മയിൽ ഇന്നത്തം സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. കടകൻ ഗന്ധകങ്ങളിൽ നൽകിയിരിക്കുന്നു. പക്കരിയാക്കമായി സന്ധാരൻ അരിനോടെ പ്രവർത്തിക്കാൻ അനന്തിലും നേരിടുന്നു. സഭയുടെ പരിത്തിക്കനും പുത്രയും അന്തനാൽ സംസാരിക്കുന്നു. ദരിദ്രരുള്ള സ്നേഹത്തിലും സമ്മക്കിനോടുള്ള സ്വർഗം ആസ്വദിക്കും ജീവിക്കാൻ കഴിയില്ല. നമ്പുള്ളതല്ല ദാനധർമ്മത്തിൻ്റെയും ഉതുനന്മയുടെയും മീമ. സംഭരിക്കുന്നതിനോ പങ്കിടുന്നതിനോ അധികം അറിയപ്പെടാത്ത ഒരു സഭയായി നാം മാറട്ടെ. സ്വയം സംഭരിക്കുന്നതിനോ പങ്കിടുന്നതിനോ അധികം അറിയപ്പെടാത്ത ഒരു സഭയായി നാം മാറട്ടെ. സ്വയം സംരക്ഷിക്കുന്നതിനോ വിശക്കുന്നവരെ എത്രമാത്രം ആഴത്തിൽ പോഷിപ്പിക്കുന്നു എന്നതിനോ അധികം അറിയപ്പെടരുത്. സ്വന്തം ശരീരം കൊണ്ടത് നമ്മെ പോറ്റുന്ന കർത്താവ് നമ്മുടെ കണ്ണുകളെ കണ്ണൈനുകരളി കൈകളെ ഗന്ധാവ്യമുള്ളവരായും ഹൃദയങ്ങളെ കൈവ്യമുള്ളവരായും മാറ്റട്ടെ. നീ അവർക്കെന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കുക. ആമേൻ 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 ആമേൻ.